അണ്ണാ അതെ, നമ്മൾ നേരത്തെ ഒരു ന്യൂസ് കണ്ടു. അത് വേറൊന്നല്ല, നമ്മുടെ ഗവൺമെന്റ് ഇല്ലേ, ഗവൺമെന്റ് പുതിയ പോലീസിന്റെ വണ്ടിയൊക്കെ ഇറക്കണ്ട്. ആടശിഞ്ചനെ പുതിയ വണ്ടിയൊക്കെ ഇറക്കണ്ട്. അത് പക്ഷെ സാധാരണ പോലീസിന്റെ കാറല്ലട്ടാ, അതൊരു ഗോൾഡൻ കാറാ, ഒറിജിനൽ ഗോൾഡ്. ആടപ്പിഞ്ചനെ അതെനിക്കറിയാം. നിങ്ങളെക്കാളും മുമ്പ് ഞാൻ ആ ന്യൂസ് അറിഞ്ഞു. ഞാനിപ്പോൾ ആ വണ്ടി എങ്ങനെ അടിച്ചു മാറ്റാമെന്ന് ആലോചിച്ചിരിക്കുക. എനിക്ക് എങ്ങനെയെങ്കിലും ആ വണ്ടി അടിച്ചു മാറ്റിയേ പറ്റൂ, അല്ലാണ്ട് ശരിയാവില്ല. അഥവാ ആ വണ്ടി അടിച്ചു മാറ്റുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ക്യാഷ് കിട്ടും. അണ്ണാ, ഞാൻ ആദ്യം വിചാരിച്ചതേ അത് പോലീസിന്റെ വല്ല സൂപ്പർ കാർ ആയിരിക്കുന്നു. പക്ഷെ അത് സൂപ്പർ കാറൊന്നുമല്ല, അത് സാധാരണ ബൊളേറോയുടെ കാറാ. ആടശിഞ്ചനെ അതെനിക്കറിയാം, അത് സാധാരണ ഒരു ബൊളേറോയുടെ കാറാന്ന്. പക്ഷെ അത് ഗോൾഡാണ്, ഒറിജിനൽ ഗോൾഡ്. നമുക്കപ്പോൾ ആ വണ്ടി അടിച്ചു മാറ്റിയേ പറ്റൂ, അല്ലാണ്ട് ശരിയാവില്ല. അല്ല, ആ കാറിപ്പോൾ എവിടെ ഉള്ളത്? ആ വോട്ടാ, എനിക്കറിയില്ല. ആ വണ്ടി ഇപ്പോൾ ഏതായാലും പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടാവില്ലേ, അതുറപ്പാ. എനിക്ക് തോന്നണതേ ആ വണ്ടി എയർപോർട്ടിലാവുന്ന. എയർപോർട്ടിൽ പിന്നെ വെയർ ഹൗസ് ഉണ്ടാവില്ലേ, അതിൻ്റെ അകത്തുണ്ടാവും. ആ അതിപ്പോ ഷിൻചാൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. എയർപോർട്ടിൽ പിന്നെ വെയർ ഹൗസ് ഉണ്ടാവില്ലേ, ആ വെയർ ഹൗസിൻ്റെ അകത്ത് വണ്ടി ഉണ്ടാവും. ആ വണ്ടി പിന്നെ കാർഗോ പ്ലെയിനിലാവും കൊണ്ടുവന്നുണ്ടാവുക, അതിപ്പോൾ എയർപോർട്ടിൽ തന്നെ ഉണ്ടാവും. ഇത് പിന്നെ നല്ലൊരു ചാൻസാ, നമുക്ക് പെട്ടെന്ന് പോയിട്ട് ആ വണ്ടി അങ്ങ് അടിച്ചു മാറ്റാം. എയർപോർട്ട് ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അവിടെ നിന്ന് സുഖമായിട്ട് വണ്ടി അടിച്ചു മാറ്റാൻ പറ്റും. ആടപ്പിഞ്ചനെ എന്നാൽ പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നേരെ എയർപോർട്ടിലേക്ക് പോവാം. ഈ ഭാഗത്ത് എവിടെയായിട്ടാണ് എയർപോർട്ട് വരണേ? ഒരു മിനിറ്റ്, ഈ വഴിയാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഈ വഴി കൂടെ അങ്ങ് പോവാം. എയർപോർട്ടിലേക്ക് പോണ വഴിയില്ലേ, അത് ടാറിട്ട വഴിയൊന്നുമല്ല. ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും വഴി. അണ്ണാ അതെ, നമുക്ക് ചെറുതായിട്ട് വഴി തെറ്റി. ഇതൊന്നല്ല വഴി, ഇത് വില്ലേജിലേക്കുള്ള വഴിയാ. ഇല്ലടാ ഷിൻചാനെ, വഴിയൊന്നും തെറ്റിയിട്ടില്ല, ഇതന്നെ വഴി. നമുക്കിവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോവാം. നമുക്കിനി കുറച്ചുകൂടി മുമ്പിലേക്ക് പോകണം. ഇവിടുത്തെ എയർപോർട്ടില്ലേ, അത് വലിയ എയർപോർട്ടൊന്നുമല്ല, ഒരു ചെറിയ എയർപോർട്ടാ. അവിടെ ആകെ 3 വെയർ ഹൗസ് മാത്രമേ ഉള്ളൂ. അതിൽ ഏതെങ്കിലും ഒരു വെയർ ഹൗസിൽ വണ്ടി ഉണ്ടാവും. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ എയർപോർട്ടിൽ എത്തിയേക്കാണ്. ഇതാണ് ഇവിടുത്തെ എയർപോർട്ട്. അണ്ണാ, ഇതിനകത്ത് വണ്ടി ഉണ്ടാ? ഏയ്, ഇതിനകത്ത് വണ്ടി ഇല്ലല്ലോ. എന്നാ പിന്നെ ഈ വെയർ ഹൗസിലുണ്ടാവും. ഏയ്, ഇതിൻ്റെ അകത്തും വണ്ടിയില്ല. ആ വണ്ടി ഇപ്പോൾ എയർപോർട്ടിലില്ലേ? ഇല്ല ഏട്ടാ, ഈ വണ്ടി എയർപോർട്ടിലില്ല. അപ്പോൾ അത് എങ്ങോട്ടേക്ക് പോയേ? ആവോട്ടാ, എനിക്കറിയില്ല. ഇതിപ്പോൾ മിസ്സായില്ലോ. വരാനായിട്ടേ കുറച്ച് ലേറ്റായി പോയി. എന്തെങ്കിലും ആവട്ടെ, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നേരെ വീട്ടിലേക്ക് പോവാം. ആ കാറിപ്പോൾ എവിടെ ഉള്ളതെന്ന് എനിക്കറിയില്ല. ഓക്കെ ഗേയ്സ്, ഇവിടെ ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിയേക്കാണ്. അല്ല, ആ വണ്ടി എവിടെയാ? നിങ്ങൾ വണ്ടി അടിച്ചു മാറ്റാനല്ലേ പോയേ? അതും ഒരു പോലീസിന്റെ വണ്ടി. എന്നിട്ട് ആ വണ്ടി എവിടെ? എടാ റോക്കിയേ, അത് പിന്നെ ആ വണ്ടി കയ്യിൽ നിന്ന് പോയടാ. നമ്മൾ വിചാരിച്ചതേ ആ വണ്ടി എയർപോർട്ടിൽ ഉണ്ടാവുന്ന. നമ്മൾ എന്നിട്ട് എയർപോർട്ടിലേക്ക് പോയി, അവിടെ വണ്ടിയൊന്നും ഇല്ല. അല്ല, അതൊരു പോലീസിന്റെ വണ്ടിയല്ലേ? അതപ്പോ പോലീസ് സ്റ്റേഷനിലല്ലേ ഉണ്ടാവുക? ആ ബെസ്റ്റ്, നല്ല ആൾക്കാരാ വണ്ടി അടിച്ചു മാറ്റാൻ പോണേ. ആടാ റോക്കിയേ, അതിപ്പോൾ നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഷേ, നമ്മൾ ഇത്രയ്ക്കും മണ്ടന്മാരായ. അത് ഒരു പോലീസിൻ്റെ വണ്ടിയാ, അതപ്പോൾ പോലീസ് സ്റ്റേഷനിലല്ല ഉണ്ടാവുക. ആ സംഭവം ആ വണ്ടി വന്നത് ഒരു കാർഗോ പ്ലെയിനില്ല, അതുകൊണ്ടാണ് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോയേ. പക്ഷെ നമ്മൾ എയർപോർട്ടിലേക്ക് പോകാനേ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് ആ വണ്ടിയില്ലേ, അതിപ്പോൾ സ്റ്റേഷനിലുള്ള. നമുക്കപ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയേക്കാണ്. നമ്മൾ പിന്നെ വണ്ടി ഒന്നും മാറ്റിയിട്ടാ, ആ ബൈക്ക് മാറ്റി. ബൈക്കിൽ പോയാലേ പോലീസുകാർ നമ്മളെ സംശയിക്കും, അതിപ്പോൾ ഏതായാലും വേണ്ട. എടാ ഷിൻചാനെ പിൻചാനെ, അങ്ങോട്ടേക്ക് നോക്കിയേ, ഇതാണ് ആ കാറ്, മഹീന്ദ്ര ബൊളേറോ. ഇത് പക്ഷെ ഫുള്ള് ഗോൾഡാണ് കേട്ടാ, ഒറിജിനൽ ഗോൾഡാ.
നമുക്കിപ്പോൾ ഈ വണ്ടിയും കടിച്ചു മാറ്റാം. ഇവിടെ ഇപ്പോൾ ഒരാളും കണ്ടിട്ടില്ല. അണ്ണാ ഇതെന്തത്? പോലീസുകാരൊക്കെ അറിഞ്ഞല്ലോ. അത് മാത്രല്ല, നമുക്കിവിടെ 4 സ്റ്റാറേ വാണ്ടഡ് ലെവൽ കിട്ടി. ഇപ്പൊ നമുക്ക് ശരിക്കും പണി കിട്ടി. നമുക്ക് എങ്ങനെയെങ്കിലും പോലീസിൻ്റെ രക്ഷപ്പെടണം, അല്ലാണ്ട് ശരിയാവില്ല. അയ്യോ ജസ്റ്റ് മിസ്. ഇപ്പൊ അമ്മമാര് കൊണ്ടുവന്ന് ഇടിച്ചാനെ. എങ്ങോട്ടേക്കാ പോവാ? എങ്ങനെ രക്ഷപ്പെടാ? അതിന് ഞാനും ആലോചിക്കണേ, എങ്ങോട്ടേക്കാ പോവാ? ഇത് കണ്ടില്ലേ, ഈ സിറ്റി മൊത്തം കായലേ. അല്ലാത്തപ്പോൾ റോട്ടിൽ നിറച്ച് വണ്ടികൾ ഉള്ളതാ. ഇത് കണ്ടില്ലേ, ഇപ്പോൾ റോട്ടിൽ ഒരു വണ്ടി പോലും ഇല്ല. ഇവിടെ ഇപ്പോൾ ആകെ പോലീസുകാരുടെ വണ്ടി മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ വണ്ടിയൊന്നും ഇല്ല. ഒരു മിനിറ്റ്, നമ്മളിപ്പോൾ ഹൈവേയിൽ എത്തിയേക്കാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പടച്ചു പോവാം. അണ്ണാ ഹൈവേയിൽ കയറിയിട്ട് ഒരു കാര്യമില്ല. ഇത് കണ്ടില്ലേ, പോലീസുകാർ ഇപ്പോഴും നമ്മുടെ പിന്നാലെ വരുന്നുണ്ട്. നമുക്കപ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും പോവാം, അതായിരിക്കും നല്ലത്. എങ്ങോട്ടേക്ക് പോവാ? ഇത് പിന്നെ വലിയ സിറ്റി ഒന്നുമല്ല, ചെറിയ സിറ്റിയാ. ഇവിടെ ഇപ്പോൾ പോലീസിൻ്റെ രക്ഷപ്പെടാനായിട്ട് ഇച്ചിരി പാടാ. എടാ ഷിൻചാരെ, നമ്മളൊക്കെ രക്ഷപ്പെടും. രക്ഷപ്പെട്ടേ പറ്റൂ, അല്ലെങ്കിലേ നമ്മൾ നേരെ ജയിലിൽ പോവും. ഇവിടുത്തെ ജയിലിൽ പിന്നെ ഇരിക്കാനായിട്ട് വലിയ സുഖമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ പോലീസുകാർ എൻ്റെ പിന്നാലെ ഇപ്പോഴും വരുന്നുണ്ട്. നമ്മുടെ വാണ്ടഡ് ലെവലില്ലേ, അത് കുറേ ഉണ്ട് കേട്ടാ. നേരത്തെ 4 സ്റ്റാർ ആയിരുന്നു, ഇപ്പോൾ ഇത് 2 സ്റ്റാർ മാത്രമേ ഉള്ളൂ. നമുക്കപ്പോൾ രക്ഷപ്പെടാൻ പറ്റും. അണ്ണാ നമുക്കിപ്പോൾ വണ്ടി കിട്ടിയില്ലേ? ഇനിയിപ്പോൾ എന്താണ് പരിപാടി? ഈ വണ്ടി വെച്ചിട്ട് എന്തോടെ ചെയ്യാൻ പോണേ? എടാ പിഞ്ചാനെ, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ആദ്യം ഈ പോലീസിൻ്റെ ഒന്ന് രക്ഷപ്പെടട്ടെ, എന്നിട്ട് ബാക്കി കാര്യം നോക്കാം. ഒരു മിനിറ്റ്, ഇതിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയല്ലോ. അണ്ണാ ഇത് നോക്കിയേ, നമ്മുടെ വാണ്ടഡ് ലെവലൊക്കെ പോയി. എന്തെങ്കിലും ആവട്ടെ, നമ്മളപ്പോൾ പോലീസിൻ്റെ രക്ഷപ്പെട്ടു. ആടെ പിഞ്ചാനെ, നമ്മൾ പോലീസിൻ്റെ രക്ഷപ്പെട്ടു. എന്തെങ്കിലും ആവട്ടെ, നമുക്കങ്ങനെ വണ്ടി കിട്ടിയേക്കാണ്. നീ നേരത്തെ ചോദിച്ചില്ലേ എന്താ പരിപാടിന്ന്? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ ഈ വണ്ടി അങ്ങ് വിൽക്കും, എന്നിട്ട് ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. നമുക്ക് ഈ വണ്ടിയില്ലേ, അത് ഗ്യാരേജിൻ്റെ അകത്ത് പാർക്ക് ചെയ്യാം. ഒരു കാരണവശാലും ഒരാളും അറിയാൻ പാടില്ല നമ്മളാണ് വണ്ടി അടിച്ചു മാറ്റിയെന്ന്. ഈ വണ്ടി തൽക്കാലം ഇവിടെ കിടന്നോട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.